ചിന്താ ജെറോം പ്രബന്ധ വിവാദത്തിൽ ചിന്തയുടെ ഗൈഡ് സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകി. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് രജിസ്ട്രാർക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. ഗൈഡ് പി അജയ്കുമാറിനോട് സർവകലാശാല വിശദീകരണം ചോദിച്ചിരുന്നു. സിപിഎം നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. കൊട്ടേഷൻ ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെന്നും നടപ്പാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ടം വയ്ക്കലുമെന്നും തില്ലങ്കേരി ഫേസ്ബുക്ക് കമന്റിൽ പറയുന്നു. ഡിവൈഎഫ്ഐ നേതാവിന്റെ FB പോസ്റ്റിന് കമന്റായാണ് ഇങ്ങനെ പറഞ്ഞത്. മനു ഭരത് ചേരുന്നു. മനു, ആകാശ് തില്ലങ്കേരിയുടെ ഒരു കമന്റ് വലിയ വിവാദമാകുന്നു. CPM-നെതിരെ ഗുരുതര ആരോപണമാണ് ആകാശ് തില്ലങ്കേരി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനോട് CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ. ഈ കൊട്ടേഷന് ആഹ്വാനം നൽകിയ ശേഷം തന്നെ കൈവിട്ടു എന്നാണ് CPM നേതൃത്വത്തിനെതിരെ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി ആഞ്ഞടിച്ചിരിക്കുന്നത്. ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയും നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ടം വെക്കലുമെന്നാണ് ആകാശിന്റെ ആക്ഷേപം. ഈ ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള കമന്റായാണ് ആകാശ് തില്ലങ്കേരിയുടെ പ്രതികരണം. പലതിനും തങ്ങളെ കൊണ്ട് ചാടിച്ചു, കുഴിയിൽ ചാടിച്ചവരെ പിന്നീട് സംരക്ഷിച്ചില്ല എന്നാണ് ആകാശിന്റെ പരാതി. പല ആഹ്വാനങ്ങളും തരും, എന്നാൽ കേസ് വന്നാൽ തിരിഞ്ഞു നോക്കില്ല എന്നും ആകാശ് തുറന്നടിക്കുന്നു. പ്രതികരണം ബാക്കി ഇങ്ങനെയാണ്: ആഹ്വാനം ചെയ്തവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയും നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ടം വയ്ക്കലുമാണ്. പട്ടിണിയിൽ കഴിയുമ്പോഴും വഴിതെറ്റാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ആത്മഹത്യ മാത്രം മുന്നിലെന്ന് തിരിഞ്ഞപ്പോഴാണ് പല വഴിക്ക് സഞ്ചരിച്ചത്. പക്ഷെ പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങളോ പദവിയോ ഇല്ലാതെയാണ് ആ വഴിക്ക് നടന്നത് എന്നും സംരക്ഷിക്കാതിരിക്കുമ്പോൾ പല വഴിക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നും ആകാശ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. കൊട്ടേഷൻ എന്ന മുദ്രകുത്തിയവരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും എന്നാണ് ആകാശിന്റെ പരാമർശം. ഏതായാലും ഇത് ആഹ്വാനം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഷുഹൈബിന്റെ പിതാവ് TP മുഹമ്മദും തന്റെ ദീർഘനാളത്തെ ആവശ്യമാണ് ഈ ആഹ്വാനം നടത്തിയവരെ കൂടി പിടികൂടണം എന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ CBI അന്വേഷണം വേണം എന്ന നിലപാടാണ് അദ്ദേഹവും ആവർത്തിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്നാണ് കണക്കാക്കേണ്ടത്. ശരി, നന്ദി മനു.